അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഞാൻ പറയാൻ പോണത് എന്താ അറിയോ, നമ്മുടെ ലേഡീസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഒത്തിരി പേര് പലതരത്തിൽ ഒന്നും പുറത്ത് പറയാനും പറ്റില്ല, എന്നാൽ ഇതൊക്കെ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ ഇനി ഓപ്പറേഷൻ വേണോ, അല്ലെങ്കിൽ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ കുറേ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നവരുണ്ട് അല്ലേ. എന്താണെന്നല്ലേ, അപ്പോൾ നമ്മുടെ യൂട്രസ് ഇറങ്ങി വരണം എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, നമ്മുടെ ഈ ഏജ്, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യണു, പിന്നെ കുറേ എന്താ പറയുക, നമ്മുടെ കൂടുതൽ അധ്വാനത്തിൻ്റെ ആട്ടോ അതൊക്കെ വരും. നമ്മുടെ ശരീരം മറന്നുള്ള ഒരു ജോലിയിലാണ് കൂടുതലും കാണുന്നത്. അങ്ങനെ റെസ്റ്റ് ഇല്ലാതെയൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ വേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാതെ, ആ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ റെസ്റ്റ് എടുക്കാതെ വരുമ്പോഴാണ് യൂട്രസ് ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്തെങ്കിലും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ടയേർഡായിരിക്കും, ഇങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ. കാരണം ഒന്നും ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. കാര്യം എനിക്കിതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ചിലർക്ക് തോന്നും അതെന്താ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടണേന്ന്, ഡോക്ടർമാരല്ലേ ഇതൊക്കെ പറയുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഡോക്ടർമാർ അവരുടേതായ രീതിയിൽ പറയും, ഇത് അനുഭവസ്ഥർക്ക് അങ്ങനെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനും, എനിക്ക് ആദ്യത്തെ ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. അത് മോനായിരുന്നു. അവൻ ഇന്നില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് കുറച്ച് വെയിറ്റ് എടുക്കലും ആ സമയത്ത് ഞാൻ കുറേ ഭാരപ്പെട്ട ജോലിയൊക്കെ ചെയ്തു. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത്, കാര്യം റെസ്റ്റ് ഉണ്ടെങ്കിലും ബോംബെയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. വെള്ളം ഉണ്ടായില്ല, മെയിൻ കാരണം അതാണ്. വെള്ളം ഇല്ലാതാവുമ്പോൾ ബക്കറ്റിൽ താഴേന്ന് വെള്ളം പൊക്കി എടുത്തുകൊണ്ട് വരണം. ഈ കറക്റ്റ് എൻ്റെ ഈ ഡെലിവറി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ പ്രായമായ അമ്മയല്ലേ, അവർക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ജോലിക്ക് പോകണം, അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം എല്ലാം തന്നെ ചെയ്തു തരും. പക്ഷേ എന്നാലും നമ്മൾ ചില സമയത്ത് വെള്ളം വരുന്ന സമയത്ത് ചില സമയത്ത് താഴെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. അങ്ങനെ ഒത്തിരി ഞാൻ ഒരു 7-8 വർഷം എന്ന് വേണമെങ്കിൽ പറയാം, 7-8 വർഷം വരെ ഇങ്ങനെ, കാരണം കുട്ടി സുഖമില്ലാതാകുമ്പോൾ എടുത്തുകൊണ്ട് വരേണ്ടി വരും. അങ്ങനെ ഭാരിച്ച ജോലിയൊക്കെ ചെയ്ത് എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയണത്, ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിന്, കാരണം നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ റെസ്റ്റ് എടുക്കുക, മെയിനായിട്ട് റെസ്റ്റ് എടുത്ത് ഭാരമൊന്നും എടുക്കാത്ത രീതിയിൽ ചെയ്താൽ മതിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ നോക്കി വളരെയധികം ശ്രദ്ധിച്ചൊക്കെ കേട്ടോ ചെയ്തുകൊണ്ട്, എന്നെക്കൊണ്ട് വീട്ടിലാണെങ്കിൽ അധികം ഭാരമൊന്നും എടുപ്പിക്കില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറയണത് കേൾക്കാതെ വീണ്ടും ഭാരം എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതുപോലെ വെള്ളം എടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെയാണ് ബക്കറ്റ് എടുക്കൽ, അങ്ങനെയൊക്കെയാണ് കൂടുതലും വരാറുള്ളത്. അങ്ങനെയൊക്കെ എടുക്കണ ദിവസം പണി കിട്ടും കേട്ടോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, വളരെയധികം ടയേർഡാവും, നമുക്ക് കാലും ഇതൊക്കെ വേദനയായിരിക്കും. അങ്ങനെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. വേഗം പോയി കിടക്കും. അവിടെ കിടന്നാൽ പിന്നെ കുറച്ച് അനങ്ങാതെ കിടന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എണീറ്റ് ആ രീതിയിൽ പിന്നെ നോർമലാവും. പിന്നെ നീർക്കെട്ട് വീഴും കേട്ടോ. നീർക്കെട്ട് വീഴാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ എന്ന് റെഗുലറായിട്ട് ചെയ്യുന്ന ജോലിക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മുറ്റത്ത് പുല്ല് പറിക്കും, അല്ലെങ്കിൽ കുറച്ച് മാറേലി അടിച്ച് വാരി തുടച്ചും, അല്ലെങ്കിൽ കുറച്ച് ഓവർ ജോലി ചെയ്യണ ദിവസം ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും കുറച്ച് ഈ നമ്മൾ കൈ എത്താത്ത ദൂരത്തൊക്കെ മാറാലൊക്കെ അടിച്ച് ഇങ്ങനെ ചെയ്യില്ലേ. പിന്നെ ഒരുപാട് നടന്നു പോണത്, മല പോലത്തെ കയറുന്ന സംഭവം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായി. ഇങ്ങനെ കയറ്റി, അതായത് നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങി, ഭാരം വെച്ചുകൊണ്ട് കയറി ഇറങ്ങണത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ യൂട്രസ് ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാമെന്ന് പറയും. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഭാഷ അതാണ്, നോക്കിയും കണ്ടും ചെയ്യാമെന്ന് പറയുന്നത്. അത് നമ്മൾ ആ എന്താ പറയുക, ഡോക്ടറെ അടുത്ത് പോയി പെട്ടെന്ന് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. പക്ഷേ അത് നമ്മളുടെ ലേഡീസിൻ്റെ ഒരു ഇതല്ലേ അത്. യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല രോഗങ്ങൾ അതിനെ പിന്തുടർന്ന് വരും എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ച്, നമ്മൾ ഭാരമൊന്നും എടുക്കാത്ത രീതിയിൽ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കേട്ടോ. അത് പിന്നെ നമ്മൾ അടുക്കളയിൽ സിലിണ്ടറൊക്കെ തീരുമ്പോൾ സിലിണ്ടർ പൊക്കിയെടുത്ത് വെക്കൂലേ, സിലിണ്ടർ ചിലപ്പോൾ മാറ്റി പുറമെ കൊണ്ടുവയ്ക്കും. സിലിണ്ടർ എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ധൃതിയിൽ ചിലപ്പോൾ അതൊക്കെ ചെയ്തു എന്ന് വരും. ഇതൊക്കെ അപകടമാണ് കേട്ടോ ഇങ്ങനെയുള്ളവർക്ക്. പിന്നെ എന്തെങ്കിലും ഈ കനമുള്ളതും, അതായത് പലതരത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ മുറ്റത്തൊരു ചക്ക കിടന്നെങ്കിൽ ആ ചക്ക എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ട് കളഞ്ഞാലും മതി. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടണവരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ റെസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ മരുന്ന് കഴിച്ച് ഇതൊന്നും ഭേദമാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എത്ര ഇതായിട്ട് ഉറപ്പിച്ച് പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെയാണ് പഴയ ആൾക്കാർ പറയണത് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ 3 മാസത്തേക്ക് അധികം ജോലി ചെയ്യരുത്, റെസ്റ്റ് വേണം, മലർന്ന് കിടക്കണം, ഇങ്ങനെയൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ഈ ഒരു സംഭവം തന്നെയാട്ടോ. അത് ഞാൻ പഠിച്ചു, എൻ്റെ പാഠം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതേപ്പറ്റി 1-2 പേരോടൊക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അങ്ങനെയൊക്കെ 1-2 പേരോടൊക്കെ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ മിക്കവർക്കും ഉണ്ട് ഈ ഒരു സംഭവം. ആരും പുറത്ത് പറയണില്ല എന്നേ ഉള്ളൂ. പുറത്ത് പറയാതെ മിണ്ടാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ശരിയായിരിക്കും കേട്ടോ. നമുക്ക് എത്രയായാലും ഇപ്പം ഞാനിത് പറയുന്നു എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് അറിയാവുന്നവർ അറിഞ്ഞോട്ടെ. അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു ഇനിയുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരും അല്ലെങ്കിൽ ഇപ്പോൾ പ്രസവിച്ച് കിടക്കണവരോ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അതിനു വേണ്ടി പറയുന്നതാണ്. കാരണം ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും എല്ലാവരും ഉണ്ടായിന്ന് വരില്ല. പലർക്കും പല തരത്തിലുള്ള ലൈഫായിരിക്കും. ജോലിക്കാരുണ്ടാവുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവുന്നോ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയുള്ളവർ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി പറയുന്ന കേട്ടോ ഇതാണ്. ആ 3 മാസം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. എന്നിട്ടും പോരാ, 6 മാസം 1 വയസ്സ് വരെ ആയാലും കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കും. പക്ഷെ അല്ലാതെ വേറെ ഭാരപ്പെട്ട പണികളോ അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ പരമാവധി നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറയട്ടോ, എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ചിലവർ കൂലിപ്പണിക്ക് പോണവരുണ്ട്, ഭാരം ചുമന്നുകൊണ്ട് കല്ലെടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പണിക്ക് പോണവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അത് ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് അവരവരുടെ ശരീരം എങ്ങനെ അവരവർക്കല്ലേ അറിയുള്ളൂ. പക്ഷേ ഇതൊരു സൂചനയായിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ ഇപ്പോൾ ബുക്കുകൾ വായിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടൊന്നും എന്താ പറയുക, യൂട്യൂബും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ യൂട്യൂബ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരികയല്ലേ. അപ്പോൾ അനുഭവസ്ഥർ പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവസ്ഥയാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വരാമേ. അതുവരെ എല്ലാവർക്കും